നമസ്കാരം. ചട്ടമ്പിസ്വാമികൾ 7-ാം അധ്യായത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 7-ാം അധ്യായത്തിൽ സാധാരണക്കാരനായ സന്യാസി എന്ന് ചട്ടമ്പി അറിയപ്പെടാൻ ഉള്ള കാരണം എന്താണെന്നാണ് വിശദീകരിക്കുന്നത്. വളരെ സൗമ്യവും ലളിതവുമായിരുന്നു സ്വാമികളുടെ രൂപം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയും വളരെ ലളിതമായിരുന്നു. ലോകമേ തറവാട് എന്ന ചിന്താഗതിയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ചട്ടമ്പിസ്വാമികൾ. ലോകത്തിലുള്ള സർവ്വചരാചരങ്ങളെയും അദ്ദേഹം തൻ്റെ സഹോദരങ്ങളായിട്ടാണ് കണ്ടിരുന്നത്. ധാരാളം യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം സാധാരണ കരപ്രമാണികളുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അത് സാധാരണക്കാരായ ജനങ്ങളെ കഷ്ടപ്പെടുത്തേണ്ട എന്ന് കരുതി മാത്രമാണ് അങ്ങനെ ചെയ്തിരുന്നത്. മദ്യപാനശീലത്തിന് എതിരായിരുന്ന അദ്ദേഹം ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ മുഴുകുവാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എവിടെ വെച്ചായാലും ആഹാരം കഴിക്കുമ്പോൾ ഉറുമ്പ്, പട്ടി, പൂച്ച മുതലായ ജീവജാലങ്ങൾ കൂടി അദ്ദേഹം ആഹാരം നൽകിയിരുന്നു. ഭക്ഷണം, കുളി, വിശ്രമം എന്നീ കാര്യങ്ങളിലെല്ലാം ലാളിത്യം പുലർത്തിയിരുന്ന അദ്ദേഹത്തിനെ പരിചരിക്കുവാൻ ശിഷ്യന്മാർക്ക് വളരെ എളുപ്പമായിരുന്നു. ശുദ്ധവായു ശ്വസിക്കുക, തുറന്ന സ്ഥലത്ത് കിടക്കുക എന്നിവ സ്വാമികളുടെ ഒരു ശീലമായിരുന്നു. കയറുകട്ടിലോ നിലത്തോ കിടന്ന് ബ്രഹ്മധ്യാന നിരതനായി ഉറങ്ങുന്ന അദ്ദേഹത്തിനടുത്ത് ആര് ചെന്നാലും അറിഞ്ഞെന്ന് വരില്ല. അതുപോലെ തന്നെ പുസ്തകം വായിക്കുന്ന കാര്യത്തിലും അദ്ദേഹത്തിൻ്റെതായ രീതി ഉണ്ടായിരുന്നു. കാവ്യവസ്ത്രമോ സന്യാസികളുടെ മറ്റ് അടയാളങ്ങളോ ഒന്നുമില്ലാതിരുന്നതിനാൽ സ്വാമികളെ കാണുന്നവർ ഒരു തികഞ്ഞ ഗ്രാമീണൻ എന്നേ കരുതുമായിരുന്നുള്ളൂ. തൻ്റെ ചുറ്റുമുള്ളവരോട് തമാശകളെല്ലാം പറഞ്ഞ് രസിപ്പിക്കുവാനെല്ലാം അദ്ദേഹം വളരെയധികം താല്പര്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ കുട്ടികളുമായി സല്ലപിക്കുവാനും അവരുമായി സമയം ചെലവഴിക്കുവാനും സ്വാമികൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. വാശിക്കാരായ കുട്ടികളുടെ ദുശാഠ്യം പോലും മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. തന്നോടൊപ്പമുള്ളവർക്ക് തനിക്ക് കിട്ടുന്ന പരിഗണന ലഭിക്കണമെന്നും അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാമാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ചട്ടമ്പിസ്വാമികളുടെ ജീവിത ശൈലിയെപ്പറ്റി വിശദീകരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഉത്തരം നോക്കാം. ലളിതമായ ജീവിതശൈലിയാണ് ചട്ടമ്പിസ്വാമികൾ സ്വീകരിച്ചിരുന്നത്. ലോകം തന്നെ തറവാട് ആയിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. ലോകത്തിലെ സകല ജീവജാലങ്ങളെയും തൻ്റെ കൂടപ്പിറപ്പുകളായിട്ടായിരുന്നു സ്വാമി കണ്ടിരുന്നത്. ബാല്യത്തിൽ ആഹാരം കഴിക്കാതെ ജീവിച്ച സ്വാമികൾക്ക് എത്ര ദിവസം വേണമെങ്കിലും നിരാഹാരം അനുഷ്ഠിക്കുവാൻ വിഷമമില്ലായിരുന്നു. പഴയ മുറത്തിന് ചാണകവും പഴയ വയറിന് ചോറും വല്ലപ്പോഴുമെങ്കിലും അടയും എപ്പോഴും വേണമെന്നില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. എവിടെയായിരുന്നാലും ഉറുമ്പ്, പട്ടി, പൂച്ച മുതലായ ജീവികൾക്ക് കൂടി കൊടുക്കാതെ അദ്ദേഹം ആഹാരം കഴിച്ചിരുന്നില്ല. അവ ആ സമയം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഉണ്ടാകും. താളും തകരയും ചേർത്ത വെറും പുളിങ്കറി കൊണ്ട് മാത്രം അദ്ദേഹം വയറു നിറയെ ഊണ് കഴിക്കുമായിരുന്നു. കുളിക്കാനും വിശ്രമിക്കുവാനും പ്രത്യേക നിർബന്ധങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പരിചരിക്കുവാൻ ശിഷ്യന്മാർക്ക് ഒട്ടും വിഷമമുണ്ടായിരുന്നില്ല. ശുദ്ധവായു ശ്വസിക്കുക, തുറന്ന സ്ഥലത്ത് കിടക്കുക എന്നീ ചിട്ടകൾ സ്വാമികൾക്ക് നിർബന്ധമായിരുന്നു. ചില സമയം ഒരു കയറുകട്ടിലും അല്ലെങ്കിൽ വെറും നിലത്തോ മലർന്നു കിടന്നുകൊണ്ട് ബ്രഹ്മധ്യാന നിരതനായി അദ്ദേഹം ഉറങ്ങുമായിരുന്നു. ആ സമയത്ത് ആരെങ്കിലും അങ്ങോട്ട് ചെന്ന് കയറിയാൽ സ്വാമികൾ അറിയുമായിരുന്നില്ല. അതുപോലെ തന്നെ സ്വാമികൾ പുസ്തകങ്ങൾ വായിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലായിരുന്നു. മലർന്നു കിടന്നുകൊണ്ട് കൈമുട്ടുകൾ വളയാതെ 2 കൈകൊണ്ടും പുസ്തകം നിവർത്തിപ്പിടിച്ച് ഇടവും വലവും ഓടിക്കുകയും ആ അവസരത്തിൽ പുസ്തകത്തിൻ്റെ ചലനമനുസരിച്ച് തല ഉരുട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെയാണ് അദ്ദേഹം പുസ്തകം വായിച്ചിരുന്നത്. അതുപോലെ കാഷായ വസ്ത്രമോ സന്യാസികൾ പേറുന്ന മറ്റ് ചിഹ്നങ്ങളോ ഒന്നും അദ്ദേഹം ധരിച്ചിരുന്നില്ല. അതിനാൽ അദ്ദേഹത്തെ കണ്ടാൽ വെറുമൊരു ഗ്രാമീണനാണെന്നേ തോന്നുകയുള്ളൂ. അദ്ദേഹത്തെ തിരിച്ചറിയാൻ വിഷമമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാധാരണക്കാരുമായുള്ള ഇടപെടലുകളും സംസാര രീതിയും എല്ലാം വളരെ ലളിതമായിരുന്നു. ആർക്കും ദോഷമില്ലാത്ത തമാശകൾ പറഞ്ഞ് അദ്ദേഹം ആളുകളെ ചിരിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കോർത്തിണക്കി നമുക്ക് ചട്ടമ്പിസ്വാമികളുടെ ജീവിത രീതി, അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയെക്കുറിച്ച് വിശദീകരിക്കുക അല്ലെങ്കിൽ ജീവിതശൈലി വ്യക്തമാക്കുക എന്നീ ചോദ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഉത്തരം എഴുതുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ 2-3 ചോദ്യങ്ങൾ വേറെ രീതിയിൽ വരാം. ഒന്ന്, ഭക്ഷണത്തെക്കുറിച്ചുള്ള സ്വാമിയുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു? 2, സ്വാമികളുടെ ഉറക്കവും വായനയും എങ്ങനെയായിരുന്നു? അപ്പോൾ ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരവും ഒന്നാമത്തെ ചോദ്യത്തിൽ വരുന്നുണ്ട്. അതുകൂടി വിശദീകരിച്ച് എഴുതുക. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം, കുട്ടികളോടുള്ള ചട്ടമ്പിസ്വാമികളുടെ സമീപനം എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ കുട്ടികളും ചട്ടമ്പിസ്വാമികളുമായുള്ള ബന്ധം, സൗഹൃദം വിവരിക്കുക എന്നെല്ലാം ചോദ്യം വരും. ചട്ടമ്പിസ്വാമികൾക്ക് കുട്ടികളോട് അതീവ വാത്സല്യമുണ്ടായിരുന്നു. വാശിക്കാരും പേടിത്തൊണ്ടന്മാരുമായ കുട്ടികൾ
സ്വാമികളെ കണ്ടാൽ അദ്ദേഹത്തിനടുത്തേക്ക് ഓടിയെത്തുമായിരുന്നു. സ്വാമി അവരെ സ്പർശിക്കുന്നതോടെ കുട്ടികൾ വാശിയും ദുശീലങ്ങളും എല്ലാം മാറ്റി നല്ല ഉന്മേഷവന്മാരും ആഹ്ലാദഭരിതരും ആകുമായിരുന്നു. കുട്ടികളുമായി ചേർന്ന് അവർക്ക് ബുദ്ധിക്ക് ഉന്മേഷം നൽകുന്ന വിനോദങ്ങളും കായികമായി ഊർജം നൽകുന്ന കളികളിലും സ്വാമികൾ ഏർപ്പെടാറുണ്ട്. കുട്ടികളുമായി കളിക്കുമ്പോൾ അവരുടെ വികൃതികളിൽ അദ്ദേഹം മതിമറന്നു പോകുമായിരുന്നു. ഒരിക്കൽ സ്വാമികൾ പടിഞ്ഞാറേ മാരാത്ത് വീട്ടിലെ മുറ്റത്ത് കുട്ടികളുമായി കളിച്ചുകൊണ്ട് നിൽക്കെ ചില നാട്ടുപ്രമാണിമാർ അദ്ദേഹത്തെ കാണാനെത്തി. എന്നാൽ കുട്ടികളുമായുള്ള സ്വാമികളുടെ കളി കഴിയുന്നത് വരെ അവർക്ക് കാത്തു നിൽക്കേണ്ടി വന്നു. കുട്ടികളുമായി കളിക്കുന്നതിനിടെ ഇടയ്ക്ക് വെച്ച് കളി നിർത്തിയാൽ അവർക്കത് മനോവേദന ഉണ്ടാക്കുമെന്ന് സ്വാമിക്ക് അറിയാമായിരുന്നു. പിഞ്ചു മനസ്സ് വേദനിച്ചാൽ അത് തനിക്ക് മനോവിഷമമുണ്ടാക്കുമെന്ന് സ്വാമികൾ നാട്ടുപ്രമാണിമാരോട് പറഞ്ഞു. അപ്പോൾ അവർ സ്വാമികളെ പുകഴ്ത്തി. അപ്പോൾ കുട്ടികളുമായുള്ള ചട്ടമ്പി സ്വാമികളുടെ ബന്ധം അല്ലെങ്കിൽ കുട്ടികളോടുള്ള ചട്ടമ്പി സ്വാമികളുടെ സമീപനം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഉത്തരം എഴുതാം. അടുത്ത ചോദ്യം, അറിവില്ലാത്തവർക്ക് വെളിവുണ്ടാക്കുവാനുള്ള സ്വാമികളുടെ സിദ്ധിക്ക് ഒരു ഉദാഹരണം എഴുതുക. ഉത്തരം നോക്കാം. ഒരിക്കൽ ഒരാൾ ചെമ്പ് എങ്ങനെ സ്വർണ്ണമാക്കാം എന്നറിയുവാനായിട്ട് സ്വാമികളുടെ സേവകനായി നടിച്ച് കൂടെ കൂടി. ഒരു ദിവസം സ്വാമിയും ആ സഹായിയും അരൂകുറ്റി എന്ന സ്ഥലത്തെ കടവിലെത്തി. ഒരു കൊതുമ്പ് വള്ളത്തിൽ അക്കരെ കടക്കുവാൻ ഒരുങ്ങി. കുറച്ചു ദൂരം ചെന്നപ്പോൾ കാറും കോളും മൂലം കായൽ ശോഭിച്ചു. വള്ളം മറിഞ്ഞ് ശിഷ്യനും സ്വാമിയും കായലിൽ വീണു. സ്വാമികൾക്ക് നീന്തൽ അറിയാമായിരുന്നു, പക്ഷേ ശിഷ്യന് അറിയില്ലായിരുന്നു. വെള്ളം കുടിച്ച് അവശനായിത്തീർന്ന ശിഷ്യന് ഉടനെ തന്നെ ചെമ്പ് സ്വർണ്ണമാക്കാനുള്ള രാസപ്രക്രിയയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാമെന്ന് സ്വാമി പറഞ്ഞു. തനിക്ക് എങ്ങനെയെങ്കിലും കരയ്ക്കെത്തിയാൽ മതിയെന്നായിരുന്നു ശിഷ്യൻ്റെ മറുപടി. അവസാനം സ്വാമികൾ തന്നെ അയാളെ കരയ്ക്കെത്തിച്ചു. പിന്നീട് അയാൾ സ്വർണ്ണമുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്, ചെമ്പ് സ്വർണ്ണമാക്കുന്നതിനെക്കുറിച്ച് ഒരിക്കലും ചോദിച്ചിട്ടില്ല. അപ്പോൾ അറിവില്ലാത്തവർക്ക് വെളിവുണ്ടാക്കി കൊടുക്കുവാനുള്ള സ്വാമികളുടെ സിദ്ധിക്ക് ഒരു ഉദാഹരണം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഉത്തരം എഴുതാം. ചെമ്പ് എങ്ങനെ സ്വർണ്ണമാക്കാൻ എന്ന് അറിയുവാനായിട്ട് ഒരു സേവകനായിട്ട് നടിച്ച ഒരാൾ സ്വാമിയുടെ കൂടെ കൂടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലെ ആ ഒരു ചിന്തയ്ക്ക് മാറ്റം വരുത്തുവാനായിട്ട് ഈ ഒരു സംഭവത്തിലൂടെ സ്വാമികൾക്ക് സാധിച്ചു. അടുത്ത ചോദ്യം, തന്നോടൊപ്പമുള്ളവർക്ക് തനിക്ക് ലഭിക്കുന്ന പരിഗണന തന്നെ ലഭിക്കണമെന്ന് സ്വാമികൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. വിവരിക്കുക. സ്വാമികൾ വടക്കേക്കര എടത്തിൽ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് സ്വാമികളുടെ ശിഷ്യനും പറവൂർ മജിസ്ട്രേറ്റുമായ ആണ്ടിപ്പിള്ള അദ്ദേഹം സ്വാമികളെ തൻ്റെ വസതിയിലേക്ക് വിളിച്ചുകൊണ്ടുവരാനായി ഒരു സേവകനെ പറഞ്ഞയച്ചു. സ്വാമികളുടെ സഹായിയായിരുന്നു ചേല വീട്ടിൽ പരമേശ്വരൻ നായർ. അദ്ദേഹത്തെയും കൂട്ടി ശ്രീ ആണ്ടിപ്പിള്ളയുടെ വീട്ടിലെത്തി. പരമേശ്വരൻ നായർ പുറത്ത് വരാന്തയിൽ നിന്നപ്പോൾ സ്വാമികൾ അദ്ദേഹത്തോട് തൻ്റെ കൂടെ ഇരിക്കാൻ പറഞ്ഞു. പരമേശ്വരൻ നായർ അതിന് സമ്മതിച്ചില്ല. മജിസ്ട്രേറ്റിനെ ഭയന്നിട്ടാണോ തൻ്റെ കൂടെ ഇരിക്കാത്തതെന്നും തൻ്റെ കൂടെ വരുമ്പോൾ ഭയപ്പെടേണ്ടതില്ല എന്നും സ്വാമികൾ പറഞ്ഞു. പരമേശ്വരൻ നായരെ നിർബന്ധിച്ച് അകത്ത് കയറ്റി തന്നോടൊപ്പം ഇരുത്തി. തന്നോടൊപ്പമുള്ളവർക്ക് തനിക്ക് ലഭിക്കുന്ന പരിഗണന തന്നെ ലഭിക്കണമെന്ന് സ്വാമികൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. തന്നോടൊപ്പമുള്ളവരെ താഴ്ത്തിക്കെട്ടും വിധം ആരെങ്കിലും പെരുമാറിയാൽ അദ്ദേഹം പ്രതിഷേധിക്കുമായിരുന്നു. ഉച്ചയൂണിൻ്റെ സമയത്ത് പരമേശ്വരൻ നായർക്ക് ഇല പുറത്താണിട്ടത്. അതിഷ്ടപ്പെടാത്ത സ്വാമി പരമേശ്വരൻ നായർക്കൊപ്പം പുറത്തിരുന്ന് ഊണ് കഴിക്കാനായി അകത്തിട്ടിരുന്ന ഇലയെടുത്ത് പുറത്തേക്കിറങ്ങി. അതിലെ അനൗചിത്യം മനസ്സിലാക്കിയ മജിസ്ട്രേറ്റ് സ്വാമികളുടെ സേവകനെയും അകത്തേക്ക് വിളിക്കുകയും അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അപ്പോൾ തന്നോടൊപ്പമുള്ളവർക്ക് തനിക്ക് കിട്ടുന്ന പരിഗണന തന്നെ ലഭിക്കണമെന്ന് സ്വാമിക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമാണിത്. ആണ്ടിപ്പിള്ളി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിരുന്നിന് ക്ഷണിച്ചപ്പോൾ ഉണ്ടായ സംഭവം ഉദാഹരണമായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഈ ഭാഗത്തുനിന്ന് വരാവുന്ന പ്രധാന ചോദ്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. അടുത്ത ഭാഗവുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.